ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. പക്ഷെ അന്വേഷിച്ച് വന്നേക്കണത് ഒരു നിധി കാക്കുന്ന ഒരു ഭൂതത്തെ അന്വേഷിച്ച് വന്നതാണ്. ഭൂതം എന്ന് പറയാൻ പറ്റില്ല, നിധി കാക്കുന്ന ഒരു മുത്തപ്പനെ, കാപ്പിരി മുത്തപ്പൻ. ആ വരുന്ന കപ്പൽ കണ്ടോ നിങ്ങൾ? ചിലപ്പോൾ അതുപോലത്തെ ഒരു കപ്പലായിരുന്നിരിക്കാം പണ്ട് ഈ കാപ്പിരികളെയും വഹിച്ചു കൊണ്ടുവന്ന പഴയ പോർച്ചുഗൽ അല്ലെങ്കിൽ ഡച്ച് കപ്പലുകൾ ഇവിടെ നങ്കൂരം വിട്ടത്. ഈ കപ്പലിൽ നിന്നായിരിക്കാം ഈ കാണുന്ന നിധി കാക്കുന്ന കാപ്പിരി ഭൂതങ്ങൾ, കാപ്പിരി മുത്തപ്പന്മാർ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ മണ്ണിൽ ഇടം പിടിച്ചത്. സ്വന്തം പൂർവികർ അല്ലെങ്കിൽ യജമാനൻ തിരിച്ചു വിളിക്കാൻ വരുമെന്ന് കാത്തിരിക്കുന്ന ഭൂതങ്ങളായിരിക്കാം മുത്തപ്പന്മാര്. ഇപ്പോഴും സ്വർണവും എന്താ പറയാ സ്വത്തുക്കളും നിധികളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർ ഭൂമിക്കടിയിൽ ഉണ്ടാവും. ഇതെല്ലാം ഒരു മിത്തായിരിക്കാം, കഥകളായിരിക്കാം. പക്ഷെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയുടെ മണ്ണിൽ ഇത് ഒരു മിത്ത് മാത്രമല്ല. എന്താ പറയാ, നമ്മളുടെ വേർപ്പ്, നമ്മളുടെ ചരിത്രം, നമ്മളുടെ വേർപ്പോട് കൂടി അലിഞ്ഞു നിൽക്കുന്ന ചരിത്രങ്ങളാണ്. അങ്ങനെ കാലത്തെ ഒരു 7 മണിയായി കാണും. ഞങ്ങൾ ഇവിടുന്ന് ഫോർട്ട് കൊച്ചിക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങി. വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ജങ്കാറും കാത്ത് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ജങ്കാറ് ആളുകളെയും നിറച്ച് ഇപ്പുറത്തേക്ക്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വൈപ്പിനിലേക്ക് വരുന്നത് നോക്കി നിൽക്കാൻ ഭയങ്കര രസമാണ്. ചില പഴയ സിനിമകൾ മനസ്സിലേക്ക് ഓടി വരും. അന്നയും ഡ്രസ്സിലും അതുപോലുള്ള ചില ഫോർട്ട് കൊച്ചി സിനിമകൾ. അങ്ങനെ അവിടെ നിന്നുള്ള ആളുകളെല്ലാം വണ്ടിയുമെല്ലാം ഇവിടെ വന്ന് ഇറങ്ങി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഞങ്ങളുടെ വണ്ടിയും ആ ജങ്കാറിലേക്ക് കയറ്റി. വലിയ ജനത്തിരക്കൊന്നുമില്ല. പക്ഷെ ഈ ജങ്കാറിൽ വണ്ടിയും കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ജങ്കാറിൽ നിന്ന് ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന യാത്രയ്ക്ക് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. മിക്കതും ബൈക്കും കൊണ്ട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ എന്താ പറയുക, കാലത്ത് എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കിലാണ് കേട്ടോ ഈ കൂട്ടത്തിൽ. ഞാൻ ക്യാമറയും കൊണ്ട് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല, കാരണം എല്ലാവരും അവരവരുടെ ജോലിക്ക് പോകുന്ന തിരക്കിലാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെത്തി എല്ലാ വണ്ടികളും നിരയായി ഉറുമ്പുകൾ ഇങ്ങനെ പോണത് പോലെ അവരിങ്ങനെ എല്ലാവരും ഇറങ്ങി. അങ്ങനെ ആദ്യം കൂനൻ കുരിശ് പോയി ഒന്ന് കാണാം എന്ന് തീരുമാനിച്ചു. കേരളത്തിലെ മാർത്തോമ നസ്രാണികൾ തങ്ങളുടെ സഭയെ പോർച്ചുഗീസുകാരും ജെസ്യൂട്ട് പാതിരാമാരും റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ വരുത്തുവാൻ നടത്തിയ പീഡനങ്ങൾക്കെതിരെ 1653 ജനുവരി 3 കൊച്ചിക്ക് സമീപമുള്ള മട്ടാഞ്ചേരിയിൽ വെച്ച് പരസ്യമായി എടുത്ത ഒരു പ്രതിജ്ഞയാണ് കൂനൻ കുരിശ് സത്യം അഥവാ കൂനൻ കുരിശ് പ്രതിജ്ഞ. ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ചുറ്റുവിളക്ക് പൂമാല വഴിപാടാണ്. അത് ആരും നിർവഹിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഫലവത്താവുന്നതാണ്. കുരിശിൽ തന്നെ ഇരിപ്പുണ്ട് അതിന്റെ മാല. അതാണ് ആദ്യകാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഴുകുതിരി കത്തിക്കലല്ല, ചുറ്റുവിളക്ക് മാല എന്ന് പറഞ്ഞ് ഈ വഴിപാട് എഴുതി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അത് കുരിശിൽ തന്നെ ഉണ്ട് അതിൻ്റെ മാല. ഒരു പച്ച മാല എടുക്കുന്നുണ്ട്. ആ മാല എടുത്ത് കയ്യിലെടുത്ത കുരിശിൻ്റെ അടിവശം തൊടിയിച്ച് നമ്മുടെ ആവശ്യം എന്താണ് വഴിപാട് ചെയ്ത് അവിടെ തന്നെ വെക്കുക. എന്നിട്ട് എണ്ണ വാങ്ങിച്ച് വെളിക്കൽ ഒഴിക്കുക. പഴയത് ആ കപ്പോളയിൽ വന്ന കണക്ക് നോക്കുകയാണെങ്കിൽ ഇത് ആദ്യം സ്ഥാപിച്ച കുരിശല്ലത്. അത് വർഷങ്ങളായി എത്രയോ പിന്നെ സ്തുതിക്ക് വന്നിരിക്കുകയാണ്. അത് ഈ കാലാരണപ്പെടൂല, അപ്പം പുതുക്കി എടുക്കും. അതല്ലാന്നാണ് വിശ്വാസം. സ്ഥലത്ത് തന്നെ ഇതൊക്കെ പുതുക്കി പണിതാണ്. മുമ്പ് അങ്ങനെയല്ല, വെറുതെ ഇതൊക്കെ പുതുക്കി പണിത് ചട്ടറൊക്കെ ഇട്ട്
കാശുള്ളവർ അതിൻ്റെതായ രീതിയിൽ സഹായിച്ച് ചെയ്തിരിക്കുകയാണ്. ചരിത്രകാരനായ KL ബെർണാഡ് തൻ്റെ ഹിസ്റ്ററി ഓഫ് ഹാർട്ട് കൊച്ചിൻ എന്ന പുസ്തകത്തിൽ കാപ്പിരി മതിലുകൾ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയതിനെക്കുറിച്ചും തുടർന്ന് കാപ്പിരി മുത്തപ്പൻ എന്ന് അറിയപ്പെടുന്ന സംരക്ഷിത ആത്മാക്കളായി മാറിയ കാപ്പിരികളെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ കാപ്പിരി മുത്തപ്പന്റെ കാപ്പിരിത്തറ അന്വേഷിച്ച് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ ഒരുപാട് അലഞ്ഞു. അവസാനം ഞങ്ങൾ എത്തിയത് ഈ ചേട്ടൻ്റെ ഈ കടയിലാണ്. അവിടെ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു, ലണ്ടൻ ആലായിരുന്നു. ആ ട്രസ്റ്റിന്റെ സ്ഥലമാണത്. അത് ഈ ട്രസ്റ്റ് അതിന്റെ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു പള്ളിയല്ല, ഒരു ഹിന്ദുക്കളുടെ കമ്പനിയാണത്. അപ്പൊ അത് അങ്ങനെ അവര് ഒരു ഓടിക്കൊക്കെ ആയിട്ടുള്ള ഇതാണ്. അപ്പൊ അതിന് വലിയൊരു ബണ്ടന ആലുണ്ടായിരുന്നു. ആ ആല് വെട്ടിക്കളഞ്ഞ ആള് മരിച്ചു. അത് വെട്ടിയപ്പോ അയാൾക്ക് വെട്ടാൻ പാടില്ലായിരുന്നു. ടെസ്റ്റ് വെട്ടാൻ പറഞ്ഞ വെട്ടി ആശു മേടിച്ചാൽ വെട്ടിയാൾ മരിച്ചു. പിന്നെ ആൾക്കാർക്ക് ഭക്തി കൂടി ഇത് കൂടിയപ്പോൾ ആൾക്കാർ പറയണത്, പണ്ട് ഐതിഹ്യം പറയണത് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണമൊക്കെ കുഴിച്ചിട്ടിട്ട് ഈ ആല് വെട്ടുന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരാളെ വെട്ടിക്കൊന്നാണ് പറയുന്നത്. അതാണ് കാത്തിരുത്തെന്നാണ് പറയണത് കേട്ടിട്ടുള്ളത്. അപ്പം പിന്നെ അതങ്ങനെയാണ് ഞാൻ കേട്ടേക്കുന്നത്. പിന്നെ ആൾക്കാർ തിരികെ എത്തിക്കുന്നത് അത് വയ്ക്കുന്നത്. അപ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് കേൾക്കണം ഭക്തിയായിട്ട്. അത് ആൾക്കാർക്ക് ഓരോരുത്തർ ഭക്തി ഉള്ള ആൾക്കാർ കത്തിച്ചോണ്ടിരിക്കുന്നത്. വേറെ ഇത് തിരിയും മെയിനായിട്ട് ചുരുട്ടാണ് വെക്കാറ്. അതൊന്നും വെക്കാറില്ല, അങ്ങനെയൊന്നുമില്ല. ഈ ചുരുട്ടും ഇത് തിരി മാത്രമേ കത്തിക്കാറുള്ളൂ. കുപ്പി ചില ആൾക്കാർ പൊട്ടന്മാരൊക്കെ വെക്കും, കുപ്പിയൊക്കെ വെക്കാറുണ്ട്. പണ്ടൊക്കെ വെച്ചിരുന്നു, ചാരായൊക്കെ വെച്ചിരുന്നു. അപ്പൊ ആരും അങ്ങനെ വെക്കണ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എവിടെ ഇതുകൊണ്ട് കൊല്ലങ്ങളായിട്ടുണ്ട്, അതിൽ കൂടുതലായിട്ടുണ്ടാവും. അതിൽ തന്നെ ഞാൻ വന്നത് ഇവിടെ 10, 50, 55, 60 കൊല്ലമായിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. അപ്പൊ ആലുണ്ട്, ആല് പാണ്ടന ആലല്ലേ, അത് വെച്ചിട്ട് അതൊരു 100, 10, 300 കൊല്ലമായിക്കോളും ആല. അതേപോലത്തെ ആലായിരുന്നു. മറിച്ച് പക്ഷികളും ഇതൊക്കെ ആയിരുന്നു. അന്ന് വെടിവെച്ചൊക്കെ തിന്നുമായിരുന്നല്ലോ, ഇന്ന് തിന്നൊന്നുമില്ല. ഇന്ന് പറങ്കികൾ വന്നിട്ട് അവർ തോക്കൊക്കെ കൊണ്ടുവന്നിട്ട് വന്ന തോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടം വരെ കേൾക്കുന്നത് അത്ര നീളത്തിൽ കിട്ടും ആ തോക്ക്. ഈ പറങ്കികളൊക്കെ വന്നിട്ട് വെടിവെച്ച് തിന്നു. പറങ്കികളെന്ന് പറഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യൻസ് വന്ന് വെടിവെച്ചൊക്കെ എടുത്തോണ്ട് പോകുമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല കേട്ടോ, ഇപ്പൊ ആര് വെടിവെച്ചു. ഫോർട്ട് കൊച്ചിയാണ് അവരൊക്കെ ഉള്ളത്. പോർച്ചുഗീസുകാരുടെ കൂടെ കപ്പലിൽ വന്നിറങ്ങിയ കാപ്പിരികൾ അഥവാ ആഫ്രിക്കൻ വംശജരായിട്ടുള്ള കാപ്പിരികൾ. പിൽക്കാലത്ത് ഡച്ചുകാരുടെ വരവോടുകൂടി പോർച്ചുഗീസുകാർക്ക് ഇവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. നാട് വിടുന്നതിന് മുന്നേ അവരുടെ സ്വത്തും സമ്പത്തും സ്വർണവും എല്ലാം കുഴിയെടുത്ത് അതിനകത്ത് ഈ അടിമകളെ കാവലിരുത്തി അവർ അവിടുന്ന് നാട് വിട്ടു. കുഴിച്ചു മൂടിയ കാപ്പിരികളുടെ പ്രേതത്തെ പേടിച്ച് നാട്ടുകാർ ആ കുഴി കുഴിച്ച് അവരുടെ നിധികളും സ്വർണങ്ങളും എല്ലാം തിരിച്ചെടുക്കില്ലെന്ന് പോർച്ചുഗീസുകാർ വിശ്വസിച്ചു. പിൽക്കാലത്ത് ഇതേ ആഫ്രിക്കൻ അടിമകളെ നമ്മുടെ നാട്ടിലുള്ളവർ ആരാധിക്കാനും മെഴുകുതിരി വെച്ച് അവരുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാനും തുടങ്ങി. ഇതിൽ ചിലത് നടക്കുകയും ചില വിശ്വാസങ്ങൾ അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു.